സെക്രട്ടറി ഉണ്ടോ അവിടെ? ഇല്ല, പുറത്തുപോയി. എപ്പോഴാ വരിക? അയ്യോ, അത് പോയ ആൾക്കല്ലേ അറിയുള്ളൂ. എന്താ വേണ്ടേ? അല്ല സെക്രട്ടറി ഇല്ലല്ലോ. സെക്രട്ടറി ഉണ്ടെങ്കിൽ എന്താ വേണ്ടേ? അല്ല സെക്രട്ടറി ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അഥവാ സെക്രട്ടറി ഉണ്ടെങ്കിൽ താങ്കൾക്ക് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? അഥവാ സെക്രട്ടറി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എന്തിനാ ഞാനത് പറയണത്? ആ കാര്യം പറയടോ. എന്റെ ഭാര്യയുടെ പേര് മാറ്റി തരണം. ആരുടെ ഭാര്യയുടെ? എന്റെ ഭാര്യയുടെ. തനിക്കിത് ഏത് ഓഫീസ് അറിയോ? പഞ്ചായത്ത് ഓഫീസ്. ആ, അപ്പൊ അതറിയാം. പഞ്ചായത്ത് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെന്താ ഭാര്യയുടെ പേര് മാറ്റായിരിക്കും ഇവിടെ? അതൊന്നും എനിക്ക് അറിയില്ല. നിങ്ങൾ എന്റെ ഭാര്യയുടെ പേര് മാറ്റി തരണം. എടോ, അത് താൻ അവരുടെ അച്ഛനോടോ അമ്മോടോ ചെന്ന് പറഞ്ഞാൽ മതി, അവര് മാറ്റി തരും. ഇതെന്തായി നിങ്ങൾ പറഞ്ഞ? അവരുടെ അച്ഛനും അമ്മ എന്ന് മാറ്റി ശരിയാവില്ല. ഇത് ഇവിടുന്ന് തന്നെ മാറ്റി തരണം നിങ്ങൾ. ഇവിടുന്നോ? എന്താണ് ഇവിടുന്നോ? എന്താണ്? അല്ല, ഇനിയിപ്പൊ സർക്കാർ എങ്ങാനും അങ്ങനെ വല്ല തീരുമാനം. തന്റെ ഭാര്യയുടെ പേരെന്താ? എന്റെ ഭാര്യയുടെ പേര് സ്വർണ്ണലത. അതിനി നയൻതാരാന്നോ കരീന കപൂർന്നോ ഒറ്റ ആക്കണായിരിക്കും അല്ലേ? നയൻതാരാന്നും കരിഞ്ഞ കപൂർന്നും ആക്കട്ടെ. എന്റെ ഭാര്യയുടെ പേര് സ്വർണ്ണലത എന്നാണ്. അത് അതേമാതിരി തന്നെ ആക്കി തന്നാ മതി. താൻ ആള് കൊള്ളാലോ. തന്റെ ഭാര്യയുടെ പേര് സ്വർണ്ണലത, അത് പിന്നെയും മാറ്റേണ്ടത് സ്വർണ്ണലതാന്ന്. തനിക്ക് വല്ല അസുഖമുണ്ടോ? അല്ല, നിങ്ങൾക്ക് വല്ല അസുഖമുണ്ടോ? അതാ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. ഇവിടെ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് തരുമ്പോ തന്നെ എന്റെ ഭാര്യയുടെ പേര് തെറ്റി എഴുതിയിട്ടാണ് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ ശരിയാക്കിയിട്ട് സ്വർണ്ണലതാക്കി തരി. അങ്ങനെ അപ്പൊ അങ്ങനെ പറയണ്ടേ? അല്ലാതെ ഇവിടെ വന്നിട്ട് ഭാര്യനെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ ഞാൻ എന്താ വിചാരിക്കുക? പറഞ്ഞു കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ലോ. ഇതാ സർട്ടിഫിക്കറ്റ്. ഓ, അത് ശരി. അപ്പോ ഈ പൂജ എന്നുള്ള സ്ഥാനത്ത് സ്വർണ്ണലത എന്നാക്കണം. അതെ. പൂജ നല്ല പേരല്ലേ? ഇത് ആരുടെ ഭാര്യ? എന്റെ ഭാര്യയല്ല. എന്നാൽ ഈ പൂജ ആരുടെങ്കിലും ഭാര്യ ആവൂലോ? അത് ആരുടെ ആയിരിക്കും? അതെന്തിനാ ഞാൻ അന്വേഷിക്കുന്നത്? താൻ ഇതൊക്കെ അന്വേഷിക്കാതെയാണോ ഇതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ പേര് മാറ്റാനായിട്ട്? അതൊക്കെ കണ്ടെത്തണം. എന്താ ഈ പറഞ്ഞത്? അതെ, എന്റെ ഒറിജിനൽ ഭാര്യ ഈ സർട്ടിഫിക്കറ്റിൽ പേര് മാറി കിടക്കുന്നത് കണ്ടിട്ടില്ല. കണ്ട ആകെ പ്രശ്നമാവും. അപ്പൊ തനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യ ഉണ്ടെന്നാ? എന്താ നിങ്ങൾ പറഞ്ഞത്? താൻ ആള് കൊള്ളാലോ. ഞാൻ ശരിയാക്കി തരാട്ടോ. ഇത് വെച്ചോളൂ. ഇതെന്താ? എന്റെ മൊബൈൽ നമ്പറാ. അതെ, എനിക്ക് എന്റെ ഭാര്യയുടെ പേര് മാറ്റിയാൽ മതി. വേറെ ഭാര്യ ഒന്നും വേണ്ട. ഇതെന്തിനാ നിങ്ങളുടെ മൊബൈൽ നമ്പർ എനിക്ക്? തനിക്ക് തന്റെ ഭാര്യയുടെ പേര് മാറ്റണം. മാറ്റണം. അതിന് നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്തിനാണ്? അപ്പൊ അതിലേക്ക് ഒരു 250 രൂപയ്ക്ക് റീചാർജ് ചെയ്യോ. അപ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ. എന്താണ്? അതെന്റെ മൊബൈൽ നമ്പറാണ്. ശരി. അതിലേക്ക് ഒരു 250 രൂപയ്ക്ക് റീചാർജ് ചെയ്യൂ. അപ്പോഴേക്കും ഞാൻ ഇതൊക്കെ പഠിക്കട്ടെ. എന്താ പറഞ്ഞത്? ഇവരുടെ മൊബൈലിലേക്ക് ഞാൻ എന്തിനാ ചാർജ് ചെയ്യണം? ഇവർക്ക് പഠിക്കാനേ. എന്തെങ്കിലാവട്ടെ. സാറേ, എന്താ? എന്റെ പേര് ശീതളൻ. എന്താ മാതള, കാര്യം പറയൂ. എന്താ ഈ പറഞ്ഞത്? മാതളനല്ല, ശീതളൻ. ഓ, ശീതളെങ്കിൽ ശീതളൻ. ഈ പേരിലൊക്കെ എന്തിരിക്കണോ? ഒന്നുമില്ല. എന്താണ്? എന്നാ ഒരു പേരിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താ കാര്യം? ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം പറയൂ. ഞാൻ കല്യാണം കഴിഞ്ഞാണ്. അത് തന്റെ മാത്രം പ്രശ്നമല്ല, കല്യാണം കഴിഞ്ഞ എല്ലാ ആളുകളുടെയും പ്രശ്നം. കല്യാണം കഴിഞ്ഞല്ല പ്രശ്നം. അതിന് വലിയ പ്രശ്നമുണ്ടോ? ഇത് എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. നോക്ക്. നല്ല സർട്ടിഫിക്കറ്റ്, നല്ല വൃത്തിയുണ്ട്. ഇതിലെ എൻ്റെ ഒപ്പുണ്ടല്ലോ, വത്സല മേഡത്തിന്റെ ഒപ്പുണ്ട്, പഞ്ചായത്തിന്റെ സീലും ഉണ്ട്. അതാ കണ്ടോ? നമ്മുടെ മാതൃകാ പഞ്ചായത്ത് ആയതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് ഇത്ര വൃത്തി. മംഗളാശംസകൾ. മംഗളാശംസകൾ എന്റെ ഭാര്യനെ ഒറിജിനൽ ആക്കിയിട്ട് മതി. അപ്പൊ ഭാര്യ ഒറിജിനൽ അല്ലേ? സർട്ടിഫിക്കറ്റിൽ ഒറിജിനൽ അല്ലല്ലോ. ഈ പൂജ അതാണ്. ഭാര്യയുടെ പേര് സ്വർണ്ണലത എന്നാണ്. അപ്പോ ഈ പേര് അറിയില്ല? അറിയില്ലേ? ഇല്ലല്ലോ. അപ്പോ വീട്ടുപേര്? വീട്ടുപേര് മേലെ തടത്തിൽ. വീട്ടു നമ്പര് 3/212. നിങ്ങൾ നികുതി അടച്ചിട്ടില്ല. എന്താ ഞാൻ മാരേജ് സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ വന്നാണ്. അതെനിക്ക് മനസ്സിലായി. പക്ഷെ വീടില്ലാതെ മാരേജ് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട എന്താ കാര്യം? സാറേ, ഇതിൽ എന്റെ ഭാര്യയുടെ പേര് എന്താ പേര്? സ്വർണ്ണലത എന്നാണ്. അല്ല, നിങ്ങളുടെ പേര്? എന്റെ പേര്. ഇത്ര നേരം തത്ത പറഞ്ഞ മാതിരി പറഞ്ഞിട്ട് എന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് സാറേ? എന്റെ പേര് ശീതളൻ. ശീതളൻ ശീതളൻ ശീതളൻ. അതാണ് അത് മാറുക. അപ്പൊ ശീതളൻ പോയിട്ട് വീട്ടിൽ നിന്ന് അടച്ചിട്ട് വരൂ. എത്രയാണത്? അത് 1000 രൂപ. 1000 രൂപ? അപ്പൊ സർട്ടിഫിക്കറ്റ്? ആദ്യം പോയി വീട്ടിൽ നികുതി അടച്ചിട്ട് വരൂ, എന്നിട്ട് സംസാരിക്കാം. അപ്പൊ കാര്യം നടക്കണമെങ്കിൽ 1000 രൂപ അടയ്ക്കണം. പേര് മാറിയത് എന്റെ കുറ്റമല്ല. വീട്ടിൽ നികുതി അടയ്ക്കാത്തത് എന്റെയും കുറ്റമല്ലല്ലോ. ആദ്യം അടച്ചിട്ട് വരൂ. വല്ലാത്ത കഷ്ടമാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയാൽ. ഇപ്പൊ ചക്കിന് വെച്ചത് കോക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ മതിയായി.
കദളിവായ കൊമ്പിലിരുന്ന് കാക്കമെല്ല വിരുന്ന് വിളിച്ച് വിരുന്നുകാരാ വന്നോളി. സാറേ ജനറൽ സർട്ടിഫിക്കറ്റ് ആരെ? എന്റെ മോളുടെ. അത് വിടില്ല സാറേ ഞാൻ ലോലിത് ഇന്നലെ ഇവിടെ വന്നിരുന്നു. ലോലിത് ഇന്നലെ ഇവിടെ വന്നീനി. എടോ ഡെയിലി ഇവിടെ എത്ര ലോലിതന്മാർ വരുന്നു? ഇവരൊക്കെ കണക്കെടുക്കല നമ്മളെ പണി. നിങ്ങൾ കാര്യം പറയുന്നു. സാറേ എന്റെ മോളുടെ ജനറൽ സർട്ടിഫിക്കറ്റ് വേണം. അതിന് ആശുപത്രിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിക്കണം. അത് ഏത് ഹോസ്പിറ്റലാ? ബനേതാ? സാറേ ഇത് ഡ്രൈവർ ശശി സാറ്. ആ ആ ആ അപ്പൊ ബനും വേണോ ജനറൽ സർട്ടിഫിക്കറ്റ്? വേണ്ട, ഇയാളെന്റെ കൂടെ വന്നതാ. അതെന്തിന്? ജനറൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാൻ. ആ എന്നാ പിന്നെ അത് നാട്ടിൽ നിന്ന് 5-6 ആളെയും കൂട്ടിക്കൂടിയാണ്. ഇത് ഭയങ്കര ബെറ്റ് ആയിന്. ചിരിക്കുക. അതല്ല, ഏ? തെളിവ് വേണോന്ന് ഇന്നലെ വന്നപ്പോ പറഞ്ഞില്ലേ, അതിനാ. എന്ത് തെളിവ്? ഭാര്യ പ്രസവിച്ചതിന്. അല്ല അന്റെ കെട്ടിയോള് പ്രസവിച്ചതിന് ബനാ തെളിവ്? ചിരിക്കുക. അതല്ല, ആശുപത്രിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടണ്ടേ? ആ അതുമാണോ? ആ. അതായത് എന്റെ ഭാര്യ ഏത് ആശുപത്രിയിൽ നിന്നാണോ പ്രസവിച്ചത് ആ ആശുപത്രി നിൽക്കണ പഞ്ചായത്തിലാണ് നമ്മളെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിനും ചിരിക്കവേ. സാറേ ഇയാളുടെ കാറിലാണ് എന്റെ ഭാര്യ പ്രസവിച്ചത്, അംബാസഡർ. കാറിലോ? അപ്പൊ ഈ പഞ്ചായത്തിലല്ലേ രജിസ്റ്റർ ചെയ്യണത്? ആ അപ്പൊ ഈ പെണ്ണുങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് കാർ ഏത് പഞ്ചായത്തിലേനി? എന്തോന്ന് ചോദ്യം സാറേ? ആ സമയത്ത് ആരെങ്കിലും പഞ്ചായത്തൊക്കെ നോക്കൂ? അത് ചങ്ങരംകുളം പഞ്ചായത്തിലാണെന്ന് തോന്നുന്നു. ആ അങ്ങനെയാണെങ്കിൽ ചങ്ങരംകുളം പഞ്ചായത്തിൽ എന്റെ രജിസ്റ്റർ ചെയ്യണം. സാർ ഇന്നലെ വന്നപ്പോ പറഞ്ഞ് ഇവിടെ രജിസ്റ്റർ ആകുന്നല്ലേ, ഇപ്പൊ പിന്നെ എന്തോന്ന് മാറ്റി പറയണം? അല്ല അത് ഇവിടെ രജിസ്റ്റർ ചെയ്യാം, പക്ഷെ അത് പിന്നെ ഈ ആശുപത്രിയിൽ നിന്നുള്ള കടലാസൊന്നും ഇവിടെ കിട്ടിയില്ലല്ലോ. സാറേ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ ആശുപത്രി കൊണ്ടുപോയല്ലോ, നേരെ വീട്ടിൽ കൊണ്ടുപോയി. തെളിവ് വേണം. രേഖാമൂലമുള്ള തെളിവില്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. സാറേ അവള് വഴിക്ക് വെച്ച് പ്രസവിച്ചിട്ട് ഞാൻ ഇപ്പൊ എന്തോ ചെയ്യാൻ? എന്ത് ചെയ്യാന്നോ? ഇതങ്ങ് പിടി. ലോട്ടറി സർട്ടിഫിക്കറ്റാ? ലോട്ടറി സർട്ടിഫിക്കറ്റ് അല്ല, ലോട്ടറി ടിക്കറ്റ്. ഇത് ഗവൺമെന്റിന്റെ പുതിയ പദ്ധതിയാണ്. ഒരു 500 റുപ്യ എടുത്തോ. ഈ ലോട്ടറിക്ക് 500 രൂപ? എനിക്ക് ജനറൽ സർട്ടിഫിക്കറ്റ് വേണോ? വേണം. ആ എന്നാ അതെടുത്തു. 500 റുപ്യ എടുക്ക്. കാര്യങ്ങൾ നടക്കട്ടെ. ആ എന്താ പേര്? ലോലിത്. ആ ലോലിത. ആരാ എപ്പോഴാ പണക്കാരനാവാന്ന് പറഞ്ഞ നാളെ ഒരു പച്ച കോടീശ്വരനയക്കണോ? അപ്പൊ നാളെ ഇതേ സമയം പോര്. ജനറൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇവിടെ എടുത്തേക്കാം. ആ ശരി എന്നാലും. ശരി. എന്തേ താണ്ടോ കുറെ നേരമല്ല എന്നെ നോക്കിക്കാൻ തുടങ്ങിയിട്ട് കാര്യം എന്താ വെച്ചാ പറയണോ? ആ എന്താണ് സാർ എന്നോടൊന്നും ചോദിക്കാത്തതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അത് ശരി, നമ്മൾ അങ്ങോട്ട് ചോദിക്കണോ? കാര്യം നടക്കണ്ട ഇങ്ങക്കല്ലേ, നമ്മൾ ഇവിടുത്തെ ആളാ. വന്ന് ആ കാര്യം പറയണോ? അതെ, ആ എന്റെ മാരേജ് സർട്ടിഫിക്കറ്റിൽ എന്റെ ഭാര്യയുടെ പേര് വരാൻ വേറൊരു ഭാര്യയുടെ പേരാണ് കിടക്കണത്. കിട്ടിയ ചാൻസ് അല്ലടോ, കളയണ്ട. ഓളും കൂട്ടിക്കോളി. ഓളം കൂട്ടിട്ട് നിങ്ങൾ കൊടുക്കും ചെലവിന്. അതെ, ആ പേരൊന്ന് തിരിച്ച് ശരിയാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? അപ്പോഴാണ് ഇവിടെ നികുതി അടക്കണം എന്ന് വന്ന് പറഞ്ഞത്. ശരി, അപ്പൊ നികുതി നടക്കേണ്ട കല്യാണത്തിന് പുറപ്പെട്ട്. ആ എത്രയാ വീട്ടു നമ്പർ? വീട്ടു നമ്പർ 3/212. 3/212. ആ ഒരു 950 ഉറുപ്പ്യ അടയ്ക്കണം. എന്താ ചെയ്യണം? അടയ്ക്കാണ്ട് ആ എന്തേ? രസീതി തരി. ആ ഇത് വെച്ചോളി. ഇതെന്താണ്? അത് റെസീറ്റ് ബുക്ക് തീർന്നുപോയി. ഇത് മതി. ഒരു 500 ഉറുപ്പ്യ കൂടി തന്നേക്ക്. എന്തിന്? ലോട്ടറിന്റെ കായ് വേണ്ടേ? അതിനല്ലേ 950 അങ്ങോട്ട് തന്നത്. അത് നികുതി അടച്ചത്. ഇത് നമ്മളിപ്പോ ചോദിക്കണ ലോട്ടറിന്റെ കായ് 500. ഇതെന്താ ഇവിടെ ലോട്ടറി കടയാണ്? അപ്പൊ നിങ്ങൾ പേപ്പർ ഒന്നും വായിക്കില്ലേന്ന്? ഗവൺമെന്റിന്റെ പുതിയ പദ്ധതിയാണ് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇത് ആ പാവപ്പെട്ടവരെ സഹായിക്കലാണത്. ആ പോട്ടെ, ഇതിന് 100 ഉറുപ്പ്യകളല്ലോ, എന്തിനാണ് 500? 100 ടിക്കറ്റിന്റെ വില. അപ്പൊ നമുക്ക് കമ്മീഷൻ ഒന്നും വേണ്ടേ? എന്റെ സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതൊന്നായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സെക്രട്ടറി സാർ സമ്മതിക്കില്ല. നിങ്ങൾ രസീതി തരി. നിങ്ങൾ ഈ ബമ്പർ ടിക്കറ്റ് അവിടെ കാണിച്ചു കൊടുത്താൽ മതി. നികുതി അടച്ചു മൂപ്പർക്ക് വിശ്വാസം ആവും. ഇത് എങ്ങനെയാണ് ഇവിടെ മാതൃകാ പഞ്ചായത്ത് കിട്ടിയത്? നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങിയാണ്ടോ? അതന്നെ കിട്ടുള്ളൂ, അല്ലാണ്ട് കിട്ടില്ല. വരാൻ വഴിയില്ല. അങ്ങനെ എന്റെ പണിയൊക്കെ പോയിട്ട് മനുഷ്യന്മാരെ ഇടക്കിടക്കൊക്കെ നടക്കാണ്. സാറേ, നികുതി അടച്ചു. ആ കൺഗ്രാജുലേഷൻസ്. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ആയിക്കോട്ടെ. ആ എവിടെ റെസിപ്റ്റ്? എന്താ ഇതോ? എന്താണ്? ഇതെന്താ ഇത്?
മാതൃക അവാർഡ് കിട്ടിയിട്ടുള്ള പഞ്ചായത്തല്ലേ ഇത്? ഇതൊരു മാതൃകയാണ്. ഇവിടുത്തെ റെസിറ്റ് ബുക്ക് തീർന്നു അത്രേ. ആ. താങ്കളുടെ പേരെന്താ പറഞ്ഞത്? എൻ്റെ പേര്. ആ പേന അങ്ങോട്ട് തരും. ഈ പേപ്പർ ഒന്നും എടുക്കണ്ട കേട്ടാ. ഇനി എൻ്റെ പേര് ചോദിക്കണം തോന്നുമ്പോ ഈ പേപ്പറിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ഓ, ശീതളൻ. അതന്നെ. ആ, മിസ്റ്റർ ശീതളൻ, എന്താണ്? എന്താ താങ്കളുടെ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭാര്യയുടെ പേര് മാറി കെടുക്കാണ് ഈ സർട്ടിഫിക്കറ്റില്. അതൊന്ന് ശരിയാക്കി തരും നിങ്ങൾ. മെയിൽ ഓർ ഫീമെയിൽ? അത് പെണ്ണിന്റെ പേര് തന്നെയല്ലേ എന്ന്? അതെ. ആ, പിന്നെന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്നാ സാറേ, ഈ സർട്ടിഫിക്കറ്റിലുള്ളത് എൻ്റെ ഭാര്യ അല്ല. വീട്ടിലുള്ളത് തന്റെ ഭാര്യയാണോ? അതെ, ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ എൻ്റെ ഭാര്യയായിരുന്നു. ഇപ്പൊ മാറിയിട്ടുണ്ടോന്ന് അറിയില്ല. മിസ്റ്റർ ശീതളൻ, ഭാര്യയെ മാറ്റുന്നതല്ലേ നല്ലത്? ഇതൊക്കെ ഒരുപാട് ചെലവ് കൂടിയ പരിപാടികളാണ്. അതിനാ ചെലവ് കുറവ്. അല്ലെങ്കിൽ എന്താ നിങ്ങൾ പറഞ്ഞത്? എൻ്റെ ഭാര്യയുടെ പേര് സ്വർണ്ണലതാണെന്ന് ആക്കി മാറ്റി തരാനാണ് ഞാൻ ഈ പറയണത്. ഓ, അപ്പൊ തന്റെ കല്യാണം കഴിഞ്ഞതാണോ? കല്യാണം കഴിയാതെയാണ് പിന്നെ ഈ സർട്ടിഫിക്കറ്റ്. ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെങ്കിലോ? മാതൃകാ പഞ്ചായത്തിനുള്ള അവാർഡ് കിട്ടിയ ഇവിടുന്ന് തന്നെ എഴുതി തന്ന സർട്ടിഫിക്കറ്റ് ആണിത്. അപ്പോ താൻ തന്റെ ഭാര്യയുടെ പേര് മാറ്റി പറഞ്ഞിരിക്കും. ഞാൻ മാറ്റി പറഞ്ഞാൽ ഇവിടുന്ന് മാറ്റി എഴുതി തന്നതാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. തനിക്ക് തന്റെ സ്വർണ്ണലതയെ ഇഷ്ടമല്ല, പകരം വേറൊരു പെണ്ണിനെ ഇഷ്ടമാണ്. അവളെ കൂട്ടിയിട്ട് വന്നു, എന്നിട്ട് അവളുടെ പേര് പറഞ്ഞു, ഞങ്ങൾ ആ പേര് എഴുതിയെടുത്തു. അങ്ങനെ സംഭവിക്കാനേ വഴിയുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് തെറ്റുപറ്റില്ല. ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാല് രണ്ട് ആത്മഹത്യ കാണും നിങ്ങൾ. തന്റെ ഭാര്യ എവിടെ? അവരെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ. താനൊരു കാര്യം ചെയ്യും, വീട്ടിൽ പോയിട്ട് ഭാര്യയും കൂട്ടിയിട്ട് വാ. അവളിനൊന്നും കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല. അവളൊന്നും ഈ കാര്യം തന്നെ അറിഞ്ഞിട്ടില്ല പേര് മാറിയത്. അല്ലെങ്കിൽ തന്നെ ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ് അവിടെ. അവർക്ക് ആകെ സംശയമാണ്. ഒരു പോത്താണത്. ഞാൻ വേറെ പെണ്ണ് കെട്ടിയെന്നാ പറയാ അവള്. ഓ, അപ്പൊ അവരൊന്ന് കാണാതെ താനൊരു കാര്യം ചെയ്യുന്നാലേ, വീട്ടിൽ ചെന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് വാ. വീടിന്റെ? വീടിന്റെ അല്ല, നാടിന്റെ. താൻ ഇവിടെ എന്തിനാ വന്നത്? വീട് രജിസ്റ്റർ ചെയ്യാനാ? അല്ല, ഈ സർട്ടിഫിക്കറ്റിൽ എന്റെ ഭാര്യയുടെ പേര് ശരിയാക്കാനേ. എടോ, പോയി തന്റെ ഭാര്യയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് വേണോ? ഹാഫോ ഫുള്ളോ? ഉള്ളല്ല, ക്വാർട്ടർ. ക്വാർട്ടറോ? എടോ, തന്റെ ഭാര്യയുടെ ഫോട്ടോ ഉണ്ടോ? എനിക്കറിയത്, നിങ്ങൾ ചോദിക്കുന്നത് അറിയാം. വേറെ നല്ല വന്നിരിക്കുന്നു ഇവിടെ. പിടിക്കും. ആ, എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. സാരി ഇടാത്ത ഫോട്ടോ ഉണ്ടോ? എന്ത്? അല്ല, ഈ ചുരിദാറോ ലാച്ചയോ ഇട്ടതായിട്ടുള്ള ഫോട്ടോ ഉണ്ടോ? ലാച്ചയും പൂച്ചയൊന്നും ആകെ ഇത് തന്നെ ഉള്ളൂ. അതെയോ? ഒന്നാമത്തെ ഈ പേര് മാറ്റുന്നത് എന്തിനാണ് ഫോട്ടോ? പ്രായപൂർത്തിയായിട്ടുണ്ടോ? ആർക്ക്? ഫോട്ടോക്കോ? ഫോട്ടോക്ക് അല്ലടോ, തന്റെ ഭാര്യയ്ക്ക്. കല്യാണം കഴിക്കുന്ന സമയത്ത് പ്രായപൂർത്തിയായിട്ടാണോ കല്യാണം കഴിച്ചതെന്നറിയണ്ടേ? ഞാൻ അന്ന് ഇവിടെ വരുന്ന സമയത്ത് അവളുടെ SLC ബുക്കായിട്ടാണ് വന്നത്. ഓ, അതെയല്ലേ. അപ്പൊ നമുക്ക് സെക്ഷൻ S501 പ്രകാരം കേസ് ഓപ്പൺ ചെയ്യാം. S501? അത് ഏത് സെക്ഷനാണ്? എസ് എന്ന് പറഞ്ഞാൽ സത്യശീലൻ. ഓ. 501 എന്ന് പറഞ്ഞാൽ താനൊരു 500 ഉറുപ്പ്യാണ് എടുക്ക്. എന്ത്? സെക്ഷൻ നമുക്ക് ഇപ്പൊ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇനി അത് ശരിയാക്കണമെങ്കിൽ 500 ഉറുപ്പ്യം കൂടി വേണമല്ലേ? ശരിയാക്കാനല്ല, കേസ് ഓപ്പൺ ചെയ്യാൻ. കല്യാണം കഴിക്കാൻ തന്നെ 4-5 ലക്ഷം ചെലവാണ്. ഇനിയിപ്പോ ഭാര്യയുടെ പേരും കൂടി ഒന്ന് ശരിയാക്കി എടുക്കാൻ കാശ് ചെലവാകുമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? പിടിക്കും. അപ്പോ കാര്യങ്ങളൊക്കെ കാണിച്ച് ഒരു പരാതി എഴുതിക്കോ, പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേർക്ക്. പരാതിയോ? ഒരു പേന തരി. ഇതാടോ പേന. പരീക്ഷ എഴുതാ? ഒരു കല്യാണ സർട്ടിഫിക്കറ്റിന്റെ ഓർമ്മയ്ക്ക് നാടകരചനയില്ല. ഈ പരാതി എങ്ങനെ എഴുതുക? അത് ശരി. അപ്പൊ ഒരു പരാതി പോലും എഴുതാൻ അറിയാത്ത താനാണ് ഭാര്യയുടെ പേര് മാറ്റാൻ നടക്കണേ. പരാതി എഴുതാൻ അറിയാത്ത ഭർത്താവ്. വത്സല മാഡം, ഒരു പരാതി എഴുതി കൊടുക്കൂ, അതിന്റെ നിബന്ധനകളും കാണിച്ചു കൊടുക്കേ. താൻ വാ, എഴുതി തരാം. അവിടെയാണ്? അവിടെയാണ്. ഓ. അല്ല, ആരായി പൂജ? എനിക്കങ്ങനെ അറിയുന്നു. കള്ളം പറയല്ലേ, പൂജ തന്റെ പഴയ കാമുകയല്ലേ? എന്താ നിങ്ങൾക്ക് ഒരു തറവാട്ടിൽ പറഞ്ഞ ആൾക്കാരില്ലേ നിങ്ങള്? അല്ല, താനൊരു കാര്യം ചെയ്യും, ഇതൊന്ന് വായിച്ചു നോക്ക്. വായിക്കറിയോ?
വായിക്കാനൊക്കെ അറിയാം. അതെന്തത്? ദിവസം കഴിയുന്തോറും ജനങ്ങൾക്ക് ദേശസ്നേഹം വളരെ കുറഞ്ഞു വരിക. അതെ. അപ്പൊ ഞങ്ങളെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാര് വിചാരിച്ചു കുറച്ച് ദേശീയ ബോധം കൂട്ടിയാലോന്ന്. ശരി. അതിനുള്ള ഒരു പരിപാടിയാണ്. താൻ ആദ്യം കാണുന്ന ആ പ്രതിജ്ഞ ഉണ്ടല്ലോ, അത് ഉറക്ക വായിച്ചോളൂ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. എന്താണ് സ്കൂളാണ്? ഞാൻ എന്റെ നാടിനെ സ്നേഹിക്കുന്നു. മതി 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 മതി. ഇനി അതിന്റെ ചോട്ടില് കുറച്ച് നിയമാവലികൾ കാണാല്ലേ? 1, 2, 3 നമ്പർ ഇട്ടിട്ട് ഉണ്ട്. അത് വായിക്കൂ. ഉറക്കെ ഉറക്കെ. 1, സർട്ടിഫിക്കറ്റുകൾ വാങ്ങാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം വരാൻ പാടില്ല. 2, വായന, ഉറക്കം തുടങ്ങിയ ജോലികളിൽ വ്യാപൃതരായ ഉദ്യോഗസ്ഥരെ ശല്യപ്പെടുത്തരുത്. 3, കാര്യങ്ങൾ ഫെസിലിറ്റിയോ എന്താ? ഫാസ്റ്റ് ട്രാക്ക്. അതന്നെ, ഫാസ്റ്റ് ട്രാക്കിൽ ആവാനുള്ള സംവിധാനത്തെ കുറിച്ച് ഉദ്യോഗസ്ഥരോട് അന്വേഷിക്കുക. അപ്പൊ അതിൽ പറഞ്ഞതൊക്കെ പിടികിട്ടിയല്ലോ. ഒക്കെ പുടി കിട്ടി. ഇതെന്താ ഈ ഫാസ്റ്റ് ട്രാക്ക്? ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇവിടെ വരുമല്ലോ. അങ്ങനെ വരുമ്പോ കാര്യങ്ങൾ ചടപടേന്ന് ശരിയാക്കി കൊടുക്കാൻ ഞങ്ങൾ ഇവിടെ കുറച്ച് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഫാസ്റ്റ് ട്രാക്ക്. അതെ. അപ്പൊ എന്റെ കാര്യം ഈ സടപടയെന്ന് ഫാസ്റ്റ് ട്രാക്കിൽ ശരിയാക്കാൻ പറ്റുമോ? പിന്നെന്താ. പക്ഷെ ഈ ഫാസ്റ്റ് ട്രാക്കിലൂടെ കാര്യങ്ങൾ നടക്കണമെങ്കിലേ മണി എക്സ്ചേഞ്ച് ഉറപ്പാക്കേണ്ടി വരും. അതെ. ഇതെന്താ മണി എക്സ്ചേഞ്ച്? മണി എന്ന് പറഞ്ഞാൽ പണം, ശരി. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ കൈമാറ്റം. മണി എക്സ്ചേഞ്ച്, പണം കൈമാറ്റം. അതൊക്കെ ചെയ്യേണ്ട വരൂല്ലേ? തനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണ്ടേ? വേണോ? അല്ല, അതിപ്പോ എവിടെയാണ്? ഇവിടെയാണ് അത് അതോ അവിടെയാണ്? ഇല്ല, അവിടെ ഇരിക്കുന്ന സാറുണ്ടല്ലോ, ശരി. ആ സാറിനെ പോയി കണ്ടാ മതി. ഒപ്പം എന്താ, ഞാൻ പരാതി എഴുതിയിട്ടുണ്ട്. ശരി. ഇതുകൊണ്ട് നാളെ അല്ലെങ്കിൽ വേണ്ട, മറ്റന്നാ വന്നോളൂ. അല്ല, അപ്പൊ ഇത് ഇപ്പൊ ശരിയാവില്ല. ഒരു ഭാര്യനെ മാറ്റിട്ട് വേറൊരു ഭാര്യനെ ചേർക്കേണ്ട ചടങ്ങല്ലേ ഇത്? അതെ. അല്ലേ? അപ്പൊ സമയം എടുക്കും. ശരി, എന്തെങ്കിലും ആവട്ടെ. ഇതിപ്പോ ഒരു നടക്ക് പൂല എന്നാലും വേണ്ടില്ല. അല്ല, ആരെ ഈ പൂജ? പൂജ അവിടെ അച്ഛനാമിന്റെ അടുത്ത് പോയി ചോദിക്കും. എന്താ നിങ്ങൾക്കൊക്കെ പഞ്ചായത്തിൽ വരുന്ന ആൾക്കാർക്കൊക്കെ 2ാമത്തെ ഭാര്യനെ ഉണ്ടാക്കി കൊടുക്കാത്ത നടക്കണം. വെറുതെ ആവശ്യം തലയ്ക്ക് പ്രാന്ത് വന്നിട്ടാണ് നടക്കുന്നത്. വേണ്ടാന്ന് വിചാരിക്കുമ്പോ എന്താ പൂജ പൂജ സ്വന്തമായിട്ടൊരു ഭാര്യ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പൊ കല്യാണം കഴിച്ചിട്ടും ഭാര്യ സ്വന്തം ആയില്ലേ? ഗവർണർ സ്വന്തമാവുന്നു. 2 ആഴ്ചയിൽ ഞാൻ ഇവിടെ കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരുമ്പോ പറയും നാളെ വരാൻ, നാളെ വരുമ്പോ പറയും മറ്റന്നാൾ വരാൻ. എന്താ കളിക്കാൻ നിങ്ങൾ? ഫാസ്റ്റ് ട്രാക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മണി എക്സ്ചേഞ്ച് വരെ ഞാൻ ഇവിടെ നടത്തി. എന്നിട്ട് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ മണി എക്സ്ചേഞ്ച് എന്നൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല. അതൊന്നും ശരിയാക്കി തരൂല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്റെ ഭാര്യന്റെ പേര് മാറ്റി എഴുതിയിട്ട് ഒന്ന് ശരിയാക്കി തരും സാറേ നിങ്ങൾ. വീട്ടിലിപ്പോ തന്റെ കൂടെ ഭാര്യ ഇല്ലേ? വീട്ടിൽ തന്റെ കൂടെ ഭാര്യ ഉണ്ട്. ഉണ്ടോ? പക്ഷെ ഈ കടലാസിൽ ശരിയാക്കി കിട്ടണ്ടേ? എടോ, കടലാസൊക്കെ ശരിയാക്കിയിട്ടാണോ ആളുകൾ ജീവിക്കുന്നത്? ഒളിച്ചോടി പോകുന്ന ആളുകളല്ലേ? ആദ്യം കടലാസൊക്കെ ശരിയാക്കിയിട്ടാണോ അവർ ഒളിച്ചോടി പോകുന്നത്? അല്ലല്ലോ. എന്നിട്ട് സാറിന് നേരത്തെ പറയാറുന്നില്ലേ എന്ത് ഒളിച്ചോടി പോവാൻ? അതിന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇയാൾ എന്നോട് പറഞ്ഞോ? അതെ, ഞാൻ എന്താ ചെയ്യണ്ട്? 1 മണി എക്സ്ചേഞ്ച് കൂടെ വേണ്ടി വരും. ഇനി മണി എക്സ്ചേഞ്ചാ? എന്താ നിങ്ങൾ പറയണത്? ഒരു ഭാര്യയെ മാറ്റിയാന്നൊക്കെ പറയുന്നത് ചില്ലറ കാര്യമാണോ? ഭാര്യ മാറ്റിട്ട് വേറെ ഭാര്യനും തരണ്ടല്ലോ. ഇതിന്റെ പേര് മാറ്റിയ പോരെ? പേര് മാറ്റുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ വന്നാലും മണി എക്സ്ചേഞ്ച് എത്രയാണ്? എത്രയായാലും വേണ്ടിയില്ല, ബാക്കി തരും. ഇതിൽ ബാക്കിയില്ല. ഇതൊക്കെ ഓക്കല്ലേ പിണ്ണാക്ക്. ഇത് എപ്പോഴാ ശരിയാവുന്നത്? അതെ, മറ്റന്നാ വന്നോ? അന്നെങ്കിലും എന്റെ ഭാര്യനെ ശരിയാക്കി കിട്ടുമോ? എനിക്ക് നോക്കിയ പോലെ ശരിയാക്കി തരണം. കാശും കൊടുത്ത് കാശും മേടിച്ചു വെച്ചിട്ട് പിന്നെ പൊട്ടം കളിക്കാൻ. കായലരികത്ത് ബലയെറിഞ്ഞപ്പോ ബലകിലൂക്കിയ സുന്ദരി പെണ്ണു കേട്ടിനു കുറിയെടുക്കുമ്പോ പൊറുനറുക്കിന് ചേർക്കണേ. നമസ്കാരം. ആലേക്കും അസ്സലാം. ആരാ? അവിനാശു. എന്ത് നാശായാലും വേണ്ടില്ല, കാര്യം പറയും. അല്ലോ, എന്താണ് ഇടങ്ങറായല്ലോ ഇത്. ഈ സർട്ടിഫിക്കറ്റ് में लिखा हुआ नाम ठीक नहीं है. अदायद मोटे मोटे अंजर पंजर चौड़ी सीट लगाई, बाद से साइकिल में इंजन को फटफट गुब बनाई. भाई साहब, तू क्या बोल रहे हो? क्या हुआ तेरा वादा? എനിക്കറിയുന്ന 2 ഹിന്ദി പാട്ട് ഞാൻ പാടിക്കഴിഞ്ഞു. നിന്നോടൊന്നും ചോദിക്കരുത്. तू इसको जवाब दो. इस सर्टिफिकेट में लिखा हुआ नाम ठीक नहीं है, ये गलत है. कौन है स्वर्णलता? कौन है? दिस पंचायत में मैम लीव है. मैम लीव है. वत्सला मैडम हाँ साइड है. वत्सला नहीं है. वत्सला नहीं है, इसमें स्वर्णलता है. സ്വർണ്ണലതല്ല, ഇവിടുത്തെ മാഡം വത്സല മാഡം. ആ സൈഡ് ഹേ, അങ്ങോട്ട് പോകെ.
देखो भाई साहब देखो। ആ പഠിച്ചോൻ ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് ആണല്ലോ. हाँ हाँ, पूजा मेरे पत्नी है। പൂജക്ക് വന്നതാണ് പറയണ്ടെന്നാല്. ഡാ പോയി കഴിപ്പിച്ചോളി. എന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളി. മൂലനക്ഷത്രത്തിൽ മൊയ്തു. ये क्या है? പൂജ പൂജ മേം പൂജ. वो पूजा नहीं है, पूजा मेरी पत्नी है, पत्नी। അതിനിടയ്ക്ക് ഞാൻ വിചാരിച്ച മറ്റേ പൂജയാണ്. എന്താ ഹിന്ദി പഠിക്കുക? ഇങ്ങനെ വന്നു നന്നായി. മൂപ്പര് പഞ്ചായത്ത് സെക്രട്ടറി ഹേ. हाँ हाँ हाँ। പഞ്ചായത്ത് സെക്രട്ടറി हाँ। ബോൾത്തി ബോൾത്തു നിങ്ങൾ ബോൾത്തി. साहब है। ആ സാ नमस्कार बड़े साहब। साहब, इस सर्टिफिकेट में लिखा हुआ नाम ठीक नहीं है। इसमें स्वर्णलता है, स्वर्णलता नहीं है, पूजा है, पूजा। ഇയാളെന്താ പറയുന്നത്? ഇത്രയും നേരം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കേനി. നിങ്ങൾ നിങ്ങളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് അവിടുന്ന് ബോൾത്തിക്കോളി. വേണ്ട അതൊന്നും വേണ്ട, ഏ അതൊക്കെ ഇവിടെ തന്നെ മതി. ആ അതെ, ആ. ഇയാൾ മുമ്പോടെ വന്നിരുന്നല്ലോ. എപ്പോ? ഇയാളെ ഭാര്യയും കൂടെ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഹിന്ദി മാഷയുടെ മോള് അന്ന് ഇയാളെ അക്ഷരം मैं സംസാരിച്ചില്ല. अविनाश हूँ। ആ ഇപ്പൊ നന്നായിട്ട് വർത്താനം പറയുന്നുണ്ട് പഹേ. हाँ हाँ, मैं अविनाश, पूजा मेरे पत्नी है। മുണ്ടല്ലട പന്നി. മനസ്സിലാവില്ലല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യാം സാറേ, ഒരു 3-4 സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഒപ്പിട്ട് സീലും വെച്ചാൽ കൊടുക്ക്. അയാൾ ആരേച്ച പത്നി ആയിക്കോട്ടെ. അതാണല്ലേ. എന്താ പ്രശ്നം? ആ ഇയാളാരാ? പറഞ്ഞോളി. मैडम नमस्कार, നമസ്കാർ. ഇപ്പൊ കൊടുക്കും. मैं पूजा का पति हूँ। इस सर्टिफिकेट में मेरी पत्नी का नाम ठीक नहीं है, गलत है। ये सर्टिफिकेट तुम्हें कहाँ से मिला? വത്സല മേഡം ഇതെങ്ങനെ പഠിച്ചേ? എനിക്ക് ഹിന്ദി അറിയാം, ഞാൻ സ്കൂളിൽ പോയിണ്ട്. അപ്പൊ ഞങ്ങളും പോയില്ലേ? പഠിക്കാൻ പോണം. ആ പോലെ तुमको हिंदी मालूम? मालूम है। भगवान। മേഡത്തിന് കിട്ടിയത്. मैडम, इस सर्टिफिकेट में मेरे पत्नी का नाम गलत है। इसमें स्वर्णलता है, स्वर्णलता नहीं है, पूजा है, पूजा। ഒരു കാര്യം ചെയ്യാം. आप ये सर्टिफिकेट का डिटेल्स हमें दीजिए. കൊടുക്കൂ. ദീജിയെ. സാറേ ഇയാളുടെ ഭാര്യയുടെ പേര് പൂജ എന്നാണ്. പക്ഷെ നമ്മൾ ഈ കൊടുത്ത സർട്ടിഫിക്കറ്റിൽ സ്വർണ്ണലത എന്ന പേര്. അതൊന്ന് മാറ്റി കൊടുക്കണം, അത്രേ ഉള്ളൂ പ്രശ്നം. അത്രേ ഉള്ളൂ. പറഞ്ഞാ മനസ്സിലാവണ്ടേ? അതെ, എന്തൊക്കെയാ വേണ്ടിച്ചൊക്കെ ചെയ്തു കൊടുക്കും. സെക്ഷൻ ഓപ്പൺ ചെയ്യാനുള്ള ചാർജും പിന്നെ എന്തൊക്കെയാ കിട്ടുന്നൊക്കെ വാങ്ങിച്ചോ. ഒക്കെ വത്സലാമേടെ എടുത്തോട്ടെ. നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട. നമുക്ക് ഹിന്ദി അറിയില്ലല്ലോ. ഹിന്ദി അറിയില്ലല്ലോ. നിങ്ങളുടെ ദിവസാ സീലും വെച്ച് കൊടുത്ത് വേഗം ഒഴിവാക്ക്. ധന്യവാദ് ജി. आप आइए. धन्यवाद भागीरथ भाई, ശുക്രിയ. भगवान अच्छा करो। ആ ആ ആ ആ ഏ ഏ ഏ ആ ആ ആ ആ ഓ ഓ ഓ ശരി ശരി. സാറേ, നമുക്ക് ഈ രവിശങ്കറിന്റെ ഭാര്യന്റെ പേരോട്ട് മാറ്റിയാലോ? ആരായി രവിശങ്കർ? ഒരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കറ്റോ? ദേ ഇവിടെ ഉണ്ട്. നിന്റെ തലക്കകത്ത് എന്താ ഒന്നുമില്ലേ? അഡ്വക്കറ്റ് ആണെങ്കിൽ പണി കിട്ടും. അത് ശരി. അപ്പം വേണ്ട അല്ലേ? വേണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ ഉണ്ട്. ഏത് ഉണ്ണികൃഷ്ണൻ? ഒരു 6 ഉണ്ണികൃഷ്ണൻ. 6 ഉണ്ണികൃഷ്ണൻ ഒരു ഭാര്യയെ? ഉണ്ണികൃഷ്ണൻ ഒരു ഭാര്യയല്ലാന്ന്. 6 മൂപ്പര് ഇന്നീസിലാണ്. 6 ഉണ്ണികൃഷ്ണൻ. 6 ഉണ്ണികൃഷ്ണൻ. അത് മതി. അപ്പൊ ഒരു കാര്യം ചെയ്യും, ആ ഉണ്ണികൃഷ്ണന്റെ ഭാര്യയുടെ പേരും ഒരു വിറ്റ്നസിന്റെ പേരും ഒക്കെ മാറ്റി. എന്തെങ്കിലും തടകി വയ്ക്കൂലേ? തടയാതെ, നമ്മുടെ ഒരു മാതൃകാ പഞ്ചായത്തല്ലേ. എന്നാ ഈ മാതൃകാ പഞ്ചായത്തിലെ സെക്രട്ടറിയോട് എനിക്കൊരു സജഷൻ ഉണ്ട്. എന്താ അത്? എപ്പോഴും ഈ ഭാര്യമാരുടെ പേര് മാത്രം മാറ്റാതെ ഇടയ്ക്കൊക്കെ ഭർത്താക്കന്മാരുടെ പേര് മാറ്റിക്കൂടെ? അത് മാറ്റണം. മാറ്റാ.